സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 4. ചാൾസ്, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം കണ്ണുമടച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഫസ്റ്റ് യു ഹാവ് ടു കൺവിൻസ് മീ. ഡോക്ടർ അശോകിനെ എന്തിന് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന് പിരിച്ചുവിടണം? ശാന്തമായ സ്വരത്തിലാണ് ഡോക്ടർ ക്ലെമന്റ് ചോദിച്ചത്. ദർ ഈസ് ഓൺലി വൺ റീസൺ. അയാൾ എന്റെ എതിരാളിയാണ്, എനിക്ക് മാർഗതടസ്സമുണ്ടാക്കുന്നവൻ. അമർത്തിയ സ്വരത്തിൽ ചാൾസ് ലീറോയ് പറഞ്ഞു. ബേറർ ജോൺ ഒരു പ്ലേറ്റിൽ വെച്ച 2 സ്കോച്ചുമായി വന്നു. ഗ്ലാസ്സിലെ വിസ്കിയിൽ പകർന്ന സോഡയുടെ കുമിളകൾ ഉപരിതലത്തിൽ വന്ന് പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. ആദരവോടെ ബേറർ അവർക്ക് ഡ്രിങ്ക്സ് നൽകി. ഡോക്ടർ ക്ലെമന്റും ചാൾസും ഓരോ ഗ്ലാസ് എടുത്തു. ബേറർ പോകുന്നതുവരെ ഡോക്ടർ ക്ലെമന്റ് കാത്തു. ഡോക്ടർ അശോകിനെ ചാൾസിന് എങ്ങനെയാണ് പരിചയം? 2 തവണ മാത്രമേ അയാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യം മെർലിനോടൊപ്പം, രണ്ടാമത് ഹോളി ക്രോസിൽ വെച്ച് തനിച്ചു. ഹു ഇസ് ദിസ് മെർലിൻ? ഡോക്ടർ ക്ലെമന്റ് ആരാഞ്ഞു. ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിലെ ടീച്ചറാണ്. എ പ്രിറ്റി യങ് ലേഡി. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദാറ്റ് അവളെ കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം മനസ്സിലായതുപോലെ ഡോക്ടർ ക്ലെമന്റ് തലയൊന്ന് കുലുക്കി. ഡോക്ടർ അശോക് തടസ്സം നിൽക്കുന്നു? അതെ. ചാൾസ് ഒരു വലിയ കവിൾ വിസ്കി അകത്താക്കി. ഡോക്ടർ ക്ലെമന്റ് അയാളുടെ വിസ്കി ഒന്ന് രുചിച്ചു നോക്കി. ആർ ദേ ഇൻ ലവ്? ഐ ഗെസ് സോ, ചാൾസ് പറഞ്ഞു. ഡോക്ടർ അശോകിനെ പിരിച്ചുവിട്ടാൽ അയാൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിടുമെന്നും അവർ തമ്മിലുള്ള സ്നേഹം അവസാനിക്കുമെന്നും അവളെ കെട്ടാൻ നിങ്ങൾക്കുള്ള തടസ്സം അങ്ങനെ നീങ്ങിക്കിട്ടുമെന്നും നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ? ഡോക്ടർ ക്ലെമന്റിന്റെ ചോദ്യത്തിൽ ഇത്തിരി പരിഹാസം കലർന്നിട്ടുണ്ടോ എന്ന് ചാൾസിന് സംശയം തോന്നിയെങ്കിലും അത് മനസ്സിലായില്ലെന്ന് അയാൾ നടിച്ചു. യെസ്, അങ്ങനെയാണ് എന്റെ വിചാരം. അങ്ങനെ നിഷ്പ്രയാസം തകർക്കാനാവുന്ന ഒന്നല്ല ചാൾസ് യഥാർത്ഥ പ്രേമം. അശോകിനെ പിരിച്ചുവിട്ടാൽ അയാൾക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി കിട്ടും. മെർലിനെ കെട്ടി അയാൾ ഇവിടുന്ന് കൊണ്ടുപോകും. ക്ലെമന്റ് പറഞ്ഞു. അതത്ര എളുപ്പമല്ല. കാരണം ഈ നാട്ടിൽ വേറെ ഹോസ്പിറ്റലില്ല അയാൾക്ക് കയറിപ്പറ്റാൻ. സ്കൂളിലെ ജോലി റിസൈൻ ചെയ്ത് ഇവിടത്തെ വീടും വിറ്റ് അവൾ പോകാൻ സാധ്യത വളരെ കുറവാണ്. നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ചാൾസ് ലീറോയ്ക്ക്. ഡോക്ടർ ക്ലെമന്റ് തടാകത്തിന് നേരെ നോക്കി അല്പനേരം നിശബ്ദനായിരുന്നു. തടാകം കാണാനില്ല. നേരത്തെ നിലാവ് വീണ് മഞ്ഞ് കാഴ്ചയെ മറയ്ക്കുന്നു. അയാൾ വിസ്കി അല്പം കൂടി കഴിച്ചു. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം, ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞു. എത്ര സമയം? 2 ദിവസം. പറ്റില്ല, നാളെ എനിക്കൊരു മറുപടി കിട്ടണം. തോൽവി സമ്മതിച്ച മട്ടിൽ ഡോക്ടർ ക്ലെമന്റ് ചുമലുകൾ മുന്നോട്ടൊന്ന് വളച്ചു. ചാൾസ് ലീറോയ് പുഞ്ചിരിച്ചു. ക്രൂരത നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അത്. രാവിലെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ മെർലിൻ ബാഗ് തുറന്ന് മൊബൈൽ എടുത്തു നോക്കി. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ സൈലന്റ് മോഡിലാണ്. ആരെങ്കിലും വിളിച്ചാൽ റിങ് കേൾക്കുകയില്ല. അവൾ നോക്കിയപ്പോൾ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. മീറ്റ് മീ വെൻ യു ആർ ഫ്രീ, ഫാദർ ഇമ്മാനുവൽ. മെർലിന് അത്ഭുതം തോന്നി. ഇമ്മാനുവൽ അച്ഛൻ ഒരിക്കൽ പോലും മെസ്സേജ് അയച്ചിട്ടില്ല. ഇപ്പോ ഇതെന്ത് പറ്റി? സീ യു ഇൻ ദി ആഫ്റ്റർനൂൺ. അവൾ ഉടൻ തന്നെ മറുപടി കൊടുത്തു. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. അതിന്റെ ഇടയിൽ അച്ഛനെ കാണാൻ പോകാൻ സമയം കിട്ടുകയില്ല. സിസ്റ്റർ എമ്മ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോഴാണ് മെർലിൻ അത് കണ്ടത്. SMS അയക്കുകയായിരുന്നു അല്ലേ? കള്ളം കണ്ടുപിടിച്ചതുപോലെ സിസ്റ്റർ ചോദിച്ചു. സിസ്റ്റർക്ക് അതെങ്ങനെ മനസ്സിലായി? ആശ്ചര്യം നടിച്ച് മെർലിൻ തിരികെ ചോദിച്ചു. ടൈപ്പ് ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് വന്ന ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്തതാ സിസ്റ്ററെ, മെർലിൻ സത്യം പറഞ്ഞു. ആരുടെ മെസ്സേജാ വന്നത്? അറിയാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും താല്പര്യക്കുറവ് നടിച്ച് സിസ്റ്റർ എമ്മ ചോദിച്ചു. ഫാദർ ഇമ്മാനുവലിന്റെ. സിസ്റ്റർ ഒന്ന് ഞെട്ടി. അതു കള്ളം. ഫാദർ അത്തരം പണിയൊന്നും ചെയ്യത്തില്ല. ഞാൻ സത്യമാ സിസ്റ്ററെ പറഞ്ഞത്. അല്ലെങ്കിൽ ദാ നോക്ക്. മെർലിൻ എഴുന്നേറ്റ് സിസ്റ്റർ എമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഫാദർ ഇമ്മാനുവലിന്റെ മെസ്സേജ് കാട്ടിക്കൊടുത്തു. സിസ്റ്റർ എമ്മയുടെ മുഖം വിളറി. എപ്പോഴാ കാണാൻ പോന്നേ? ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത്. വീർത്ത മുഖവുമായി സിസ്റ്റർ എമ്മ അവരുടെ സീറ്റിലിരുന്നു. സിസ്റ്റർ ടെസ വരുമ്പോൾ ഇക്കാര്യം അവർ പറഞ്ഞു കൊടുക്കുമെന്ന് മെർലിന് തോന്നി. 2 ഹൃദയങ്ങളിലും കാർമേഘങ്ങൾ ഉരുണ്ടു കയറട്ടെ. ഭൗതിക സുഖങ്ങൾ ഛേദിച്ച 2 ആത്മാക്കൾ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടങ്കണ്ണിട്ട് നോക്കുന്നത്? ഉച്ചയൂണിന്റെ ഒഴിവു സമയത്ത് മെർലിൻ കഴിയുന്നതും വേഗം ഭക്ഷണം കഴിച്ച് 2ാമത്തെ നിലയിലുള്ള ഇമ്മാനുവൽ അച്ഛന്റെ മുറിയിലേക്ക് ചെന്നു. വിളഞ്ഞു പഴുത്ത് ഓറഞ്ച് നിറമായ ഒരു മാമ്പഴം വെറുതെ വാസനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ ഇമ്മാനുവൽ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. അവൾ അഭിവാദനം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ മെർലിൻ. പ്ലീസ് സിറ്റ് ഡൗൺ. ഫാദർ
പുഞ്ചിരിയോടെ പറഞ്ഞു. മേശയുടെ എതിർവശത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. മാമ്പഴത്തിന്റെ സുഖകരമായ ഗന്ധം മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മാമ്പഴം ഏത് ജനസിൽപ്പെട്ടതാണെന്നറിയാമോ? ഫാദർ ചോദിച്ചു. മാൽഗോവ? അവൾ പറഞ്ഞു. നോ. നീലം? നോ. അവൾ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കുള്ള പേര് പറഞ്ഞാൽ ഇത് നിനക്കുള്ളതാണ്. ഒരു ചാൻസ് കൂടി തരാം. പറയൂ. അൽഫോൺസ. മിടുക്കി. ഇത് നിനക്കുള്ളതാണ്. ഫാദർ ഇമ്മാനുവൽ കൊടുത്ത മാമ്പഴം അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ മാമ്പഴം തരാൻ വേണ്ടി മാത്രമാണ് മെർലിനെ ഞാൻ വിളിപ്പിച്ചതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒട്ടുമേയില്ല. ഒരു രഹസ്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ പുതിയ സ്കൂൾ മാഗസിൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലുണ്ട്. അത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ക്യാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ് മാഗസിൻ? വൈ നോട്ട്? മേശവലിപ്പിൽ നിന്ന് ആ വർഷത്തെ സ്കൂൾ മാഗസിൻ എടുത്ത് അദ്ദേഹം അവൾക്ക് കൊടുത്തു. സ്കൂളിന്റെ മനോഹരമായ ചിത്രമാണ് കവറിൽ കൊടുത്തിരിക്കുന്നത്. അവൾ മാഗസിൻ തുറന്ന് ഉള്ളടക്കത്തിന്റെ പേജിലേക്ക് ചെന്നു. ഏപ്രിൽ ലില്ലി, മിസ് മെർലിൻ എം ലോറൻസ്, പേജ് നമ്പർ 17. അവൾ തിടുക്കത്തിൽ 17-ാം പേജ് എടുത്തു തുറന്നു. 2 പേജ് നിറയെ സൂപ്പർ ഇമ്പോസ് ചെയ്ത നീലമലകളുടെയും പച്ച താഴ്വരയുടെയും വെള്ളപ്പൂക്കളുടെയും മനോഹരമായ ഫോട്ടോഗ്രാഫ്. അതിന്റെ തെളിച്ചം കൂടിയ ഭാഗത്ത് അവളുടെ ലേഖനം തുടങ്ങുന്നു. ഫോട്ടോഗ്രാഫിൽ ദൃശ്യത്തിന്റെ ഭാഗമായി അവളുമുണ്ട്. ആഹ്ലാദത്തോടെ മെർലിൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ണുകൾ തിളക്കത്തോടെ ഫാദർ ഇമ്മാനുവൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇഷ്ടമായോ? നേർത്ത സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. ഒരുപാട്, അവൾ പറഞ്ഞു. താങ്ക് യു. നാളെ ഇത് ഒഫീഷ്യലായി റിലീസ് ചെയ്യുന്നത് പ്രിൻസിപ്പലായിരിക്കും. അത് കഴിഞ്ഞ് നിന്റെ കോപ്പി കിട്ടും. പോരെ? മതി. ഒരു കോപ്പിയെ കിട്ടൂ. ബട്ട് ഇഫ് യു ഹാവ് എ ബോയ് ഫ്രണ്ട്, ഒരു കോപ്പി കൂടി ഞാൻ തരാം. ഒരു കോപ്പി കൂടി വേണം ഫാദർ, അവൾ പറഞ്ഞു. ഹു ഇസ് ദാറ്റ് ലക്കി ഗായ്? കൗതുകത്തോടെ അദ്ദേഹം ആരാഞ്ഞു. അശോക് എന്നാണ് പേര്. അശോക്? ഡോക്ടർ അശോക് സംഗീത് മാത്യു, ഹോളിക്രോസിലെ ഡോക്ടറാണ്. പെട്ടെന്ന് ഫാദർ ഇമ്മാനുവലിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. ഐ നോ ഹിം. ഒരിക്കൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എ നൈസ് യങ് മാൻ. നമ്മുടെ ഹെൽത്ത് ക്ലബിന് ഇനോഗ്രേഷനും വന്നിരുന്നു, അവൾ ഓർമ്മിപ്പിച്ചു. പക്ഷെ അന്ന് ഞാൻ ആളെ കണ്ടില്ലല്ലോ. ഒരു കോപ്പി ഡോക്ടർ അശോകിന് കൊടുക്കണം. എന്നോടുള്ള ആരാധന വർദ്ധിക്കും. ഫാദർ ഇമ്മാനുവൽ ഹൃദയം തുറന്ന് പുഞ്ചിരിച്ചു. മുഖം കുനിച്ച് മെർലിനും ചിരിച്ചു. നാളെ തന്നെ ഒരു കോപ്പി അശോകിന് കൊറിയർ ചെയ്യണം. ഏപ്രിലിൽ വായിക്കുമ്പോൾ അതൊരു സർപ്രൈസ് ആയിരിക്കും. മാമ്പഴവുമായാണ് അവൾ സ്റ്റാഫ് റൂമിൽ മടങ്ങിയെത്തിയത്. സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും എന്തോ അടക്കിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവളെ കണ്ട് അവർ പെട്ടെന്ന് നിശബ്ദരായി. മാമ്പഴം തരാൻ വേണ്ടിയാണോ ഇമ്മാനുവൽ അച്ഛൻ മെർലിനെ കാണണമെന്ന് പറഞ്ഞേ? സിസ്റ്റർ എമ്മ ചോദിച്ചു. അല്ല. പിന്നെന്തിനാ? സിസ്റ്റർ ടെസ ചോദിച്ചു. ഒരു രഹസ്യം പറയാനായിരുന്നു. സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും ഒന്ന് മടിച്ചു. എന്ത് രഹസ്യമാണെന്ന് ചോദിക്കാൻ അവർ ധരിച്ചിരുന്ന കുപ്പായം അനുവദിച്ചില്ല. രഹസ്യം നാളെ പുറത്താക്കാമെന്ന് ഫാദർ ഇമ്മാനുവൽ ഏറ്റിട്ടുണ്ട്. ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഷോക്ക്, മെർലിൻ പറഞ്ഞു. കിടക്കട്ടെ, ഇത്തിരി സസ്പെൻസ്. സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും അവളെ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. നാളെയാകാൻ വേണ്ടി മെർലിൻ കാത്തിരുന്നു. ഡയറക്ടറുടെ വിശാലമായ മുറിയിലെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർ ക്ലെമന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേജർ പോൾ തിമോത്തിയെ ഇന്റർകോമിൽ വിളിച്ചു. മേജർ, കുഡ് യു പ്ലീസ് കം ഹിയർ ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്? ഓ ഷുവർ. ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന മേജർ പോൾ തിമോത്തി വലിയ ഡിസിപ്ലിനേറിയനാണ്. അത് കാരണം പട്ടാളച്ചിട്ടയോടെയാണ് ഹോസ്പിറ്റലിന്റെ ഭരണം നടക്കുന്നത്. മേജർ അറിയാതെ ഒരു പക്ഷി പോലും മീതെ പറന്നു പോകുകയില്ല. ഫ്ലഷ് ഡോർ തുറന്ന് മേജർ പോൾ തിമോത്തി കയറി വന്നു. അരോഗദൃഢഗാത്രനായ 50-കാരനാണ് മേജർ. പട്ടേ വെട്ടിയ മുടിയും കട്ടിമീശയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഫുൾ സൂട്ടിലെ മേജർ എപ്പോഴും നടക്കൂ. വരകളുള്ള ടൈ മാത്രമേ ധരിക്കൂ. ഇരിക്കൂ മേജർ, കൈ കാട്ടി ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞു. താങ്ക് യു. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഡോക്ടർ ക്ലെമന്റ് വെറുതെ ചോദിച്ചു. എവറിത്തിങ് ഗോസ് സ്മൂത്ത്ലി ലൈക്ക് ആൻ ഓയിൽഡ് എൻജിൻ. നിരയൊത്ത പല്ലുകൾ കാട്ടി മേജർ ചിരിച്ചു. ഞാനിപ്പോൾ മേജറെ വിളിപ്പിച്ചത് ഒരു കാര്യം അറിയാനാണ്. ഡോക്ടർ അശോക് സംഗീത് മാത്യു. അയാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസമാകുന്നല്ലോ. ഹൗ ഈസ് ഹി ഫെയറിംഗ്? ഒരു കുറ്റവും പറയാനില്ല. അശോകിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എനിക്ക്. ഐ എം ഫുൾ ഓഫ് പ്രൈസസ് ഫോർ ഹിം. എൻ എഫിഷ്യന്റ് ഡോക്ടർ, ഫുൾ ഓഫ് എനർജി, കീപ്സ് എ ഫൈൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പേഷ്യൻസ്.
ഡോക്ടർ ക്ലെമന്റ് മെല്ലെ തലകുലിക്കുകയാണ് അതെല്ലാം കേട്ടത്. ഹി വിൽ ബി ആൻ അസറ്റ് ടു അവർ ഹോസ്പിറ്റൽ. 1 ഇയർ പ്രൊബോഷന് വെയിറ്റ് ചെയ്യാതെ ഡോക്ടർ അശോകിന് കൂടുതൽ സാലറി കൊടുത്ത് സ്ഥിരപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. മേജർ പറഞ്ഞു. നമുക്ക് അടുത്ത ഡയറക്ടർ ബോർഡിൽ ഇക്കാര്യം പ്രസന്റ് ചെയ്യാം. ഏത്? ഓൺ ദി എക്കോണമിക് സൈഡ് ഡോക്ടർ അശോകിന്റെ പേഷ്യന്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ റവന്യൂവും അതിനനുസരിച്ച് കൂടുകയാണ്. അതായത് ഡോക്ടർ അശോക് സംഗീത് മാത്യു പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അയാളെ കൺസൾട്ട് ചെയ്യാൻ കൂടുതൽ രോഗികൾ വരുന്നു. അതിനനുസരിച്ച് ഹോസ്പിറ്റലിന്റെ വരുമാനവും വർദ്ധിക്കുന്നു. താങ്ക് യു മേജർ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ. അത്രയുള്ളൂ. ഡോക്ടറുടെ മോൾക്ക് 15 വയസ്സേയുള്ളൂ എന്ന വിഷമമേയുള്ളൂ എനിക്ക്. ചിരിച്ചുകൊണ്ട് മേജർ പോൾ തിമോത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായപ്പോൾ ഡോക്ടർ ക്ലെമന്റ് പൊട്ടിച്ചിരിച്ചു. മേജർ മുറിയിൽ നിന്നിറങ്ങിപ്പോയപ്പോൾ മൊബൈൽ എടുത്ത് ചാൾസ് ലിലോറിയെ ഡോക്ടർ ക്ലെമന്റ് വിളിച്ചു. ഹലോ ക്ലെമന്റ്. ഉടൻ തന്നെ ചാൾസ് ആ കോൾ എടുത്തു. ഞാനിപ്പോ വിളിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അക്കാര്യം താങ്കൾ മറന്നില്ല എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ടെർമിനേഷൻ ലെറ്റർ അടിച്ചു കൊടുത്തോ അവന്? ഇല്ല. അതെന്താ? തടസ്സം വല്ലതുമുണ്ടോ? ഉണ്ട്. എന്ത് തടസ്സം? ചാൾസ് അക്ഷമനായി. ഇത്തരം കാര്യങ്ങൾ എനിക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഡയറക്ടർ ബോർഡ് കൂടി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ, ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞു. എന്ത് ഡയറക്ടർ ബോർഡ്? അത് വെറും ഫോർമാലിറ്റി അല്ലേ? നിങ്ങൾ പറയുന്നതിനപ്പുറം ഒന്നും ബോർഡിൽ നടക്കില്ലെന്ന് എനിക്കറിയില്ലേ? അങ്ങനെയല്ല ചാൾസ്. തക്കതായ കാര്യമില്ലാതെ ഒരാളെയും പിരിച്ചുവിടാൻ പറ്റില്ല. ജോലിയിൽ വീഴ്ചയോ സ്വഭാവദൂഷ്യമോ സാമ്പത്തിക വെട്ടിപ്പോ എന്തെങ്കിലുമൊക്കെ തെളിവ് സഹിതം കിട്ടാതെ ഡോക്ടർ ക്ലെമന്റ് നിസ്സഹായത വെളിപ്പെടുത്തി. അതിനാണോ പ്രയാസം? എത്രയോ നഴ്സുമാരുണ്ടവിടെ. ഡോക്ടർ അശോക് അപമര്യാദയായി പെരുമാറിയെന്ന് ഒരുത്തിയെക്കൊണ്ട് പരാതി എഴുതി മേടിച്ചാ പോരെ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നഴ്സുകളില്ലേ അവിടെ? അങ്ങനെ ആരും ചെയ്യില്ല ചാൾസ്. അത്തരം സ്റ്റാഫ് ഈ ഹോസ്പിറ്റലിൽ ഇല്ല. ഏതെങ്കിലും ഒരു ഫീമെയിൽ പേഷ്യന്റ് പരാതി തന്നാലോ? ഡോക്ടർ അശോകിന്റെ പേഷ്യൻസ് ആരും അങ്ങനെ ചെയ്യില്ല. പിന്നെന്ത് ചെയ്യും ക്ലെമന്റ്? നിരാശയോടെ ചാൾസ് ചോദിച്ചു. തൽക്കാലം ഈ പ്ലാൻ വിട്ടേക്ക്. വേറെന്തെങ്കിലും നോക്ക്. ബൈ ചാൾസ്. ഞാൻ പിന്നെ വിളിച്ചോളാം. ഡോക്ടർ ക്ലെമന്റ് ആ കോൾ കട്ട് ചെയ്തു. ആശയറ്റവനെ പോലെ ചാൾസ് ലിറോയ് ഒരു നിമിഷം അനങ്ങാതെ തന്നെ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരാശയത്തിന് മുളപൊട്ടി. ഇന്റർകോമിന്റെ റിസീവർ എടുത്ത് അയാൾ ഒരു നമ്പറിൽ കുത്തി വിളിച്ചു. മൗണ്ടൻ ഗാർഡൻ ടി എസ്റ്റേറ്റിന്റെ ഓഫീസിലായിരുന്നു അയാൾ. സാർ. അയാളുടെ ഓഫീസ് അസിസ്റ്റന്റ് സിൽവിയയുടെ സ്വരം ഉടൻ വന്നു. സിൽവിയ എങ്ങോട്ട് വരൂ? യെസ് സാർ. 2 മിനിറ്റ് കഴിഞ്ഞില്ല. അതിനു മുമ്പ് സുന്ദരിയായ ഒരു 25-കാരി വാതിൽ തുറന്ന് അയാളുടെ ക്യാബിനിലേക്ക് കയറി വന്നു. വടിവത്ത ശരീരം പ്രകടമാക്കുന്ന ടൈറ്റ് ജീൻസും ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. അവൾ വന്ന് ചാൾസിന്റെ മുന്നിൽ നിന്നു. സിൽവിയ, ഞാൻ നിനക്ക് 1 വീക്ക് ലീവ് തരാൻ പോകുന്നു, അയാൾ പറഞ്ഞു. എന്തിനാണ് സാർ? മനസ്സിലാകാതെ അവൾ ചോദിച്ചു. നാളെ നീ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർ അശോക് സംഗീത് മാത്യുവിന്റെ പേഷ്യന്റ്. സാർ? എന്നിട്ടും അവൾക്ക് ഒന്നും മനസ്സിലായില്ല. ഒരാഴ്ചത്തെ സുഖവാസം, അത്രയുള്ളൂ. കാരണം ഡോക്ടർ അശോക് ഈസ് എ ഹാൻസം യങ് ഡോക്ടർ. അയാളുടെ കമ്പനി നിനക്ക് ഇഷ്ടപ്പെടും. സിൽവിയ ഒന്നും മിണ്ടിയില്ല. നിന്റെ അസുഖം എന്താണെന്ന് ഞാൻ പറയാം. നെഞ്ചിൽ വേദന. ശരിക്കു പറഞ്ഞാ നിന്റെ ഇടതു ബ്രസ്റ്റിൽ ഇടയ്ക്കിടയ്ക്കൊരു വേദന. ഓക്കെ? സിൽവിയ ആദ്യമായി പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായോ സിൽവിയ? ചാൾസ് ലിറോയ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. യെസ് ബോസ്, അവൾ പുഞ്ചിരിച്ചു. ഐ വാണ്ട് ടു ട്രാപ്പ് ഹിം. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നീ ബുദ്ധിമതിയാണ് ആൻഡ് ബോൾഡ് ഇനഫ്. മുമ്പ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള അസൈൻമെന്റ് നീ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതാണ് എന്റെ കോൺഫിഡൻസ്. ചാൾസ് അവളെ ആവശ്യത്തിലേറെ പ്രശംസിച്ചു. പ്രശംസ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. സിൽവിയ വീണ്ടും പുഞ്ചിരിച്ചു. ഇക്കാര്യത്തിൽ വിജയിച്ചാൽ നീ വിചാരിക്കുന്നതിലും വലിയ ഒരു റിവാർഡാണ് ഞാൻ തരാൻ പോകുന്നത്. ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്. താങ്ക് യു സർ. ഡോക്ടർ അശോക് സംഗീത് മാത്യുവിനെ ഒരിക്കൽ ഞാൻ ഹോളി ക്രോസിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. എ ഹാൻസം യങ് മാൻ. അന്നേ എനിക്ക് ഇഷ്ടം തോന്നിയതാ. കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇപ്പോൾ അവസരം കിട്ടാൻ പോവാണല്ലോ. അവളൊന്ന് കണ്ണിറുക്കി. ചാൾസ് പൊട്ടിച്ചിരിച്ചു. എന്നാണ് സാർ എന്റെ ഡ്യൂട്ടി തുടങ്ങുന്നത്? അവൾ ചോദിച്ചു. പറ്റുമെങ്കിൽ നാളെ തന്നെ. നേരത്തെ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നു, സിൽവിയ പറഞ്ഞു. അത് OPക്ക് മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ OP ആയിട്ടാണല്ലോ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് അഡ്മിറ്റ് ആകൂ. അസഹനീയമായ വേദന അനുഭവിക്കുമ്പോൾ തന്നെ അവരെന്നെ അഡ്മിറ്റ് ആക്കില്ലേ? യു ആർ റൈറ്റ്. ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം.
ലാൻഡ് ഫോണിൽ നിന്ന് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് ചാൾസ് ലീറോയ് വിളിച്ചു. ഹലോ, ദിസ് ഈസ് ഹോളി ക്രോസ്, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഒരു പേഷ്യന്റിന് വേണ്ടിയാണ്. ഡോക്ടർ അശോക് സംഗീത് മാത്യുവിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. എന്ന് കാണാനാണ്? നാളെ. സോറി, നാളത്തേക്കുള്ള ബുക്കിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റന്നാളെ ഒഴിവുള്ളൂ. ഓക്കെ, മറ്റന്നാ മതി. പേഷ്യന്റിന്റെ പേര് സിൽവിയ പെരേര. വയസ്സ് 25. ഫോൺ നമ്പർ മൗണ്ടൻ കാർഡ് ടി എസ്റ്റേറ്റിന്റെ ഓഫീസ് നമ്പർ അയാൾ പറഞ്ഞു കൊടുത്തു. രജിസ്ട്രേഷൻ നമ്പർ 24 ആണ്. 11:30 വിളിക്കാം. താങ്ക് യു. ചാൾസ് റിസീവർ വെച്ചു. എന്നിട്ട് സിൽവിയയെ നോക്കി പുഞ്ചിരിച്ചു. മറ്റന്നാ രാവിലെ 11 മണിക്ക് നീ ഹോളിക്രോസിൽ ചെല്ലണം. 11:30 നിന്നെ വിളിക്കും. നമ്പർ 24. മനസ്സിലായില്ലേ? യെസ്. ഡോക്ടർ അശോകിന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? അയാൾ ചോദിച്ചു. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. സിൽവിയ ഊറിച്ചിരിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, അയാൾ ആശംസിച്ചു. ഡോണ്ട് വറി, ഐ നോ ഹൗ ടു സെഡ്യൂസ് ഹിം. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ച് അവൾ അയാളുടെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്ന് ചാൾസ് കണ്ണടച്ചു. മെർലിന്റെ ദീപ്തമായ മുഖം അപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നു. മോർണിംഗ് അസംബ്ലി സമയത്ത് പ്രിൻസിപ്പൽ ഫാദർ സിൽവസ്റ്റർ സ്കൂൾ മാഗസിന്റെ കോപ്പി വൈസ് പ്രിൻസിപ്പൽ മിസസ് ജൂലിയറ്റിന് കൊടുത്തുകൊണ്ടാണ് അതിന്റെ പ്രകാശനം നിർവഹിച്ചത്. എഡിറ്റർ ഫാദർ ഇമ്മാനുവലും വേദിയിൽ സന്നിഹിതനായിരുന്നു. ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് മെർലിൻ ആ കാഴ്ച കണ്ടു. അവൾക്ക് രഹസ്യമായ ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ കുട്ടികളുടെയും മറ്റ് സ്റ്റാഫിന്റെയും കൈകളിൽ സ്കൂൾ മാഗസിൻ എത്തും. അവർ മെർലിൻ എഴുതിയ ഏപ്രിൽ ലില്ലി കാണും, വായിക്കും. ആ ചിന്തയല്ല അവളെ മോഹിപ്പിച്ചത്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആ മാഗസിൻ ഡോക്ടർ അശോക് സംഗീത് മാത്യുവിന്റെ കയ്യിൽ കിട്ടും. അവൾ അറിയാതെ ഒന്ന് മന്ദഹസിച്ചു. എന്താ മെർലിൻ ചിരിക്കുന്നേ? തൊട്ടടുത്ത് നിന്ന് സിസ്റ്റർ ടെസ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ഒന്നുമില്ല സിസ്റ്ററെ. സിസ്റ്റർ ടെസയുടെ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും നിരീക്ഷണം നടത്തി. എവിടെയെങ്കിലും ഫാദർ ഇമ്മാനുവൽ നിൽക്കുന്നുണ്ടോ? ഫാദറിനെ നോക്കിയാണോ അവൾ ചിരിച്ചത്? അപ്പോഴാണ് ഫാദർ സിൽവസ്റ്ററിന്റെ അടുത്ത് വേദിയിൽ നിൽക്കുന്ന ഫാദർ ഇമ്മാനുവലിനെ അവർ കണ്ടത്. മെർലിനെ നോക്കി ഫാദർ ഇമ്മാനുവൽ ചിരിച്ചോ? രാവിലത്തെ അസംബ്ലി മീറ്റിംഗ് കഴിഞ്ഞ് കുട്ടികൾ വരിവരിയായി ക്ലാസ്സുകളിലേക്ക് പോയി. ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങി. ഞാനൊരു പ്രെയർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു മാഗസിനിലേക്ക്. സെലക്ട് ചെയ്തതാണ്. ഫാദർ ഇമ്മാനുവലിനോട് പലവട്ടം ചോദിച്ചതാ. പക്ഷെ പുള്ളി യെസ് എന്നോ നോ എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. നടക്കുമ്പോൾ സിസ്റ്റർ എമ്മ പരിതപിച്ചു. അതിനെന്താ, മാഗസിന്റെ കോപ്പി ഇപ്പം കിട്ടുമല്ലോ, അന്നേരം അറിയാം. സിസ്റ്റർ ടെസ അവരെ സമാധാനിപ്പിച്ചു. സിസ്റ്റർ അമ്മയുടെ പ്രാർത്ഥനാ ഗീതം അച്ചടിച്ചു വന്ന് കാണണേ എന്ന് മെർലിൻ ആഗ്രഹിച്ചു. ആദ്യത്തെ പീരീഡ് നടക്കുമ്പോഴാണ് അവളുടെ ക്ലാസ്സിലേക്ക് മാഗസിന്റെ 30 കോപ്പികളുമായി അറ്റൻഡർ ഷെൽവരാജ് വന്നത്. അവൾ അത് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. ഇപ്പോൾ അത് കുട്ടികൾക്ക് കൊടുത്താൽ ക്ലാസ് അലങ്കോലപ്പെടും. അവർ മാഗസിൻ മറിച്ചു നോക്കിയിരിക്കും. സിസ്റ്റർ അമ്മയുടെ കവിത വന്നിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള തീവ്രമായ ആഗ്രഹം അത് കാരണം അവൾ അമർത്തിവെച്ചു. ക്ലാസ് കഴിഞ്ഞ് മെർലിൻ സ്റ്റാഫ് റൂമിൽ എത്തിയപ്പോൾ സിസ്റ്റർ ടെസ സീറ്റിലുണ്ട്. മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ വന്നത് അവർ അറിഞ്ഞതേയില്ല. മാഗസിന്റെ ഒരു കോപ്പി മെർലിന്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. അവൾ അത് തിടുക്കത്തിൽ മറിച്ചു നോക്കി. സിസ്റ്റർ അമ്മയുടെ കവിത വന്നിട്ടില്ല. കഷ്ടമായിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ടെസ മുഖമുയർത്തി നോക്കി. മെർലിനെ കണ്ട് അവർ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഏപ്രിൽ ലില്ലി വായിക്കായിരുന്നു ഞാൻ. ഒരുപാട് ഇഷ്ടമായി. ആൻ എക്സലന്റ് പീസ് ഓഫ് റൈറ്റിംഗ്. താങ്ക് യു സിസ്റ്റർ. ഫാദർ ഇമ്മാനുവൽ അത് മനോഹരമായി അവതരിപ്പിച്ചു. ഇതിനു വേണ്ടിയാ സിസ്റ്റർ എന്റെ ഫോട്ടോസ് എടുത്തത്, അവൾ പറഞ്ഞു. ഇപ്പോഴല്ലേ അത് മനസ്സിലായത്. മെർലിന്റെ മനസ്സിൽ ഇത്രയേറെ കവിതയും ഭാവനയും ഉണ്ടെന്ന് അറിഞ്ഞതേയില്ല. മെർലിൻ വെറുതെ ചിരിച്ചു. എമ്മ സിസ്റ്ററിന്റെ പ്രേയർ സോങ് വന്നിട്ടില്ല. എന്നെ കാണിച്ചതാ. അത്ര മെച്ചമൊന്നുമല്ല. എന്നാലും ജീസസിനെ കുറിച്ചുള്ള ആ പാട്ട് കൊടുക്കേണ്ടതായിരുന്നു. സിസ്റ്റർ ടെസ ഒന്ന് നെടുവീർപ്പിട്ടു. അപ്പോഴാണ് സിസ്റ്റർ എമ്മ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വന്നത്. അവരുടെ മുഖത്ത് ഒട്ടും പ്രസന്നതയുണ്ടായിരുന്നില്ല. അവർ ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം സീറ്റിൽ ചെന്നിരുന്ന് പ്രാർത്ഥനാ പുസ്തകം തുറന്നു. ഉച്ചയ്ക്കുള്ള ഇന്റർവെൽ സമയത്താണ് ഷെൽവരാജ് ഒരു കവറുമായി വന്നത്. കവറിനുള്ളിൽ സ്കൂൾ മാഗസിൻ ആണെന്ന് മെർലിന് മനസ്സിലായി. ഇമ്മാനുവൽ അച്ഛൻ തന്നയച്ചതാ. അച്ഛനോട് താങ്ക്സ് പറയണേ. അവൾ അത് വാങ്ങി. തല കുലുക്കിയിട്ട് അവൻ പോയി. കവറിലിട്ടൊട്ടിച്ചാണ് ഫാദർ അടുത്ത് കൊടുത്തയച്ചത്. ഇനി അശോകിന്റെ അഡ്രസ് മാത്രം അതിലെഴുതിയാ മതി.
മൊബൈലിൽ ഒരു മെസ്സേജ് ശബ്ദം അവൾ കേട്ടു. ഫാദർ ഇമ്മാനുവലിൻ്റെതാണ്. ബോയ്ഫ്രണ്ടിനുള്ള കോപ്പി കൊടുത്തുവിട്ടിട്ടുണ്ട്. അവൾക്ക് ചിരി വന്നു. അപ്പോൾ തന്നെ അവൾ മറുപടി അയച്ചു. കിട്ടി, ഇന്ന് തന്നെ അയക്കുന്നുണ്ട്. താങ്ക് യു ഫാദർ. സ്കെച്ച് പെൻ എടുത്ത് അവൾ കവറിൽ ഡോക്ടർ അശോകിന്റെ അഡ്രസ് എഴുതി. തിരിച്ചു പോകും വഴി പീറ്റേഴ്സ് പോയിന്റിൽ കാർ നിർത്തി കൊറിയർ സർവീസിന്റെ ഓഫീസിലേക്ക് ചെന്നു. ഇത് നാളെ തന്നെ കിട്ടുമോ? അവൾ ചോദിച്ചു. ഓഫീസിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ കവറിൽ അഡ്രസ്സ് നോക്കി. ഇന്ന് തന്നെ കൊടുത്തേക്കാം. ഹോളി ക്രോസിലേക്കുള്ള 3-4 കവറുകൾ എടുക്കാൻ പോകുന്നുണ്ട്, അയാൾ പറഞ്ഞു. താങ്ക് യു. ഒരു മൂളിപ്പാട്ടുമായാണ് മെർലിൻ കാറിൽ ചെന്ന് കയറിയത്. 6 മണി കഴിഞ്ഞപ്പോഴേക്ക് തണുപ്പ് വർദ്ധിച്ചു. അപ്പോഴും OP അവസാനിച്ചിരുന്നില്ല. ഇനി എത്ര പേഷ്യൻസ് ഉണ്ട് ലിസി? രോഗികളുടെ പേര് വിളിക്കുന്ന പെൺകുട്ടിയോട് ഡോക്ടർ അശോക് ചോദിച്ചു. 7 പേർ കൂടിയുണ്ട് ഡോക്ടറെ, അവൾ പറഞ്ഞു. അടുത്തയാളെ വിളിച്ചോളൂ. അയാൾ അനുവാദം കൊടുത്തു. എന്താ, കുഴപ്പായോ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. ഇല്ല. 6:30 വരെയും 7 വരെയും ഒക്കെ നമ്മൾ ഇരിക്കാറുണ്ടല്ലോ. മറ്റു ഡോക്ടർമാരുടെ OP 6 മണിക്ക് മുമ്പ് തീരാറുണ്ട്. രോഗികൾ കുറവാണവർക്ക്. ഡോക്ടർക്ക് ബ്ലാക്ക് കോഫി വേണോ? ലിസി തിരക്കി. വേണ്ട, സമയമില്ല. രോഗികളെ ഓരോന്നായി ഡോക്ടർ അശോക് പരിശോധിച്ച് മരുന്നുകൾ കുറിച്ചു കൊടുത്തു. അവസാനത്തെ രോഗി മുടി മുഴുവൻ നരച്ച പ്രൗഢയായ ഒരു 60-കാരിയായിരുന്നു. ചെറുപ്പകാലത്ത് അവർ സുന്ദരിയായിരുന്നിരിക്കണം. മിസ്സിസ് സരസമ്മ ഡേവിഡ്. ഡോക്ടർ എവിടെയാ താമസിക്കുന്നേ? പരിശോധന കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു. ഒരു വീട്ടിലാ, ക്രിസ്റ്റീസ് കോട്ടേജ്, അശോക് പറഞ്ഞു. 1 മാസത്തിലേറെയായി അവർ അയാളുടെ ചികിത്സയിലാണ്. അലർജി മൂലമുള്ള ചുമയായിരുന്നു അസുഖം. ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. തനിച്ചോ? അവർ വീണ്ടും ചോദിച്ചു. അതെ. ഫാമിലി ഇല്ല. സരസമ്മ ഡേവിഡ് ഒന്ന് ചിരിച്ചു. മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കണം. എന്റെ മൂത്ത മകളുടെ മകൾ ഡൽഹിയിൽ മെഡിസിന് പഠിക്കുകയാ. ഫൈനൽ ഇയറാ. കാണാനൊക്കെ സുന്ദരിയാ. അവൾ അടുത്ത മാസം എക്സാം കഴിഞ്ഞു വരും. ഒന്ന് കണ്ടു നോക്കുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, ചിരിച്ചുകൊണ്ട് അശോക് പറഞ്ഞു. സരസമ്മ ഡേവിഡിന് സന്തോഷമായി. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ? ശരി. അവർ പോയി കഴിഞ്ഞു. അശോകിന്റെ ചുണ്ടിൽ നിന്ന് ചിരി മാഞ്ഞു പോയില്ല. എന്താ ഡോക്ടറെ ചിരിക്കുന്നേ? മുറിയിൽ കയറി വന്ന് ലിസി ചോദിച്ചു. ഇപ്പോ പോയ ആ സ്ത്രീയില്ലേ, അവർ എനിക്ക് കല്യാണം ആലോചിക്കുന്നു. അവരുടെ കൊച്ചുമോൾക്ക്. അയ്യോ ഡോക്ടറെ വിടണ്ട. ഇവിടുത്തെ വലിയ കാശുകാരിയാ സരസമ്മ ഡേവിഡ്. തൊടുപുഴയിലും എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ ജ്വല്ലറി ഷോപ്പും തുണിക്കടയും ഒക്കെയുണ്ട്. എങ്കിൽ വിടുന്നില്ല ലിസി. കെട്ടുകഴിഞ്ഞാൽ എനിക്ക് സ്വർണ്ണക്കടയിൽ ചെന്നിരുന്ന് നോട്ടുകൾ എണ്ണാമല്ലോ. അവൾ ചിരിച്ചു. അയാളും. അശോക് കൺസൾട്ടിംഗ് റൂമിൽ നിന്നിറങ്ങി. ഡ്യൂട്ടി ഡോക്ടർ ഒഴിച്ച് മറ്റുള്ള ഡോക്ടർമാരെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഡോക്ടർ, 1 മിനിറ്റ്. രജിസ്ട്രേഷൻ കൗണ്ടറിലുണ്ടായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചു. അശോക് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിർമ്മലേ? ഡോക്ടർക്ക് ഒരു കൊറിയറുണ്ട്. കുറച്ചു മുമ്പാ വന്നത്, അവൾ പറഞ്ഞു. കവറിന്റെ പുറത്ത് മെർലിന്റെ പേര് കണ്ടപ്പോൾ അയാൾക്ക് കൗതുകം തോന്നി. മെർലിൻ എന്താണ് ഈ അയച്ചിരിക്കുന്നത്? കാറിനടുത്തേക്ക് നടന്നുകൊണ്ട് അശോക് കവർ പൊളിച്ചു നോക്കി. ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിന്റെ ആ വർഷത്തെ മാഗസിൻ. അയാൾക്ക് സന്തോഷം തോന്നി. രാത്രി ഉറക്കം വരുന്നതുവരെ വായിക്കാൻ ഇത് ധാരാളം. കാറിലേക്ക് കയറി പാസഞ്ചർ സീറ്റിലേക്ക് അയാൾ മാഗസിൻ വെച്ചു. കാറോടിക്കുന്നതിനിടയിൽ മൊബൈൽ എടുത്ത് മെർലിന് ഒരു മെസ്സേജ് വിട്ടു. മാഗസിൻ കിട്ടി, താങ്ക്സ്. ക്രിസ്റ്റീസ് കോട്ടേജിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നപ്പോൾ ശരിക്കും ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. മാഗസിൻ എടുത്തുകൊണ്ടാണ് അയാൾ കാറിൽ നിന്നിറങ്ങിയത്. 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, സിറ്റ് ഔട്ട് എന്നിവയുള്ള മനോഹരമായൊരു വീടായിരുന്നു ക്രിസ്റ്റീസ് കോട്ടേജ്. ഇരുട്ടിലായിരുന്നു കോട്ടേജ്. സിറ്റ് ഔട്ടിലോട്ട് കയറിയപ്പോൾ ലൈറ്റ് തെളിയിച്ചു. രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നത് കാരണം അയാൾ വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി രക്ഷപ്പെട്ടു. ഡൈനിങ് ടേബിളിൽ നീല നിറത്തിലുള്ള കാസറോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ സമാധാനമായി. മുത്തുലക്ഷ്മി അത്താഴമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നാണ് അശോക് കഴിക്കുന്നത്. അത്താഴം മുത്തുലക്ഷ്മി ഉണ്ടാക്കി വെക്കും. വാച്ചർ ശരവണന്റെ ഭാര്യയാണ് മുത്തുലക്ഷ്മി. കോട്ടേജിന്റെ ഒരു ചാവി അവളുടെ കയ്യിലാണ്. അത് കാരണം അവൾ സൗകര്യപ്പെടുമ്പോൾ വന്ന് കോട്ടേജ് വൃത്തിയാക്കും, ഭക്ഷണമുണ്ടാക്കി വെക്കും. ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞ് അലക്കി തേച്ച് വെച്ച പൈജാമയും കുർത്തയും ധരിച്ച് അശോക് ഭക്ഷണം കഴിക്കാനിരുന്നു. കാസറോളിൽ
നെയ്യ് പുരട്ടി ചുട്ടെടുത്ത ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് ഉണ്ടായിരുന്നത്. ഫ്ലാസ്കിൽ ചൂടുപാൽ. ഭക്ഷണം കഴിച്ചിട്ട് അയാൾ സ്കൂൾ മാഗസിനുമായി സോഫയിലേക്കിരുന്നു. മാഗസിന്റെ പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കുമ്പോഴാണ് അയാൾ ഞെട്ടിയത്. ഏപ്രിൽ ലില്ലി, മെർലിൻ ലോറൻസ്, അവളുടെ ഫോട്ടോയുമുണ്ട്. വായിച്ചപ്പോൾ അയാൾ വീണ്ടും ഞെട്ടി. ഏപ്രിൽ മാസത്തിലെ ഒരു സായാഹ്നത്തിലാണ് താഴ്വാരം നിറയെ തൂവെള്ള നിറത്തിലുള്ള ലില്ലിപ്പൂക്കൾ. അശോക് പെട്ടെന്ന് വാച്ചിൽ നോക്കി. 9:20. മെർലിൻ ഉറങ്ങിക്കാണുകയില്ല. ഒറ്റയിരിപ്പിൽ അയാൾ ഏപ്രിൽ ലില്ലി മുഴുവൻ വായിച്ചു തീർത്തു. മനോഹരമായ ഒരു കവിത പോലെയാണ് അയാൾക്ക് ആ ലേഖനം അനുഭവപ്പെട്ടത്. അയാൾ മൊബൈൽ എടുത്ത് മെർലിനെ വിളിച്ചു. ആ വിളി കാത്തിരുന്നത് പോലെ ബെല്ലടിച്ചപ്പോൾ തന്നെ അവൾ കോൾ എടുത്തു. ഹലോ. മെർലിൻ ഒരു കള്ളിയാണ്, പതിഞ്ഞ സ്വരത്തിൽ അശോക് പറഞ്ഞു. സത്യം. ഏപ്രിൽ ലില്ലി വായിച്ചു? ഉവ്വോ, ബ്യൂട്ടിഫുൾ. എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്റെ കൂട്ടുകാരിയാണല്ലോ അത് എഴുതിയതെന്ന്, എനിക്കൊരു സൂചന പോലും തരാതെ. മെർലിൻ ചിരിച്ചു. എനിക്കിപ്പോ എന്ത് തോന്നുന്നു എന്നറിയാമോ? അയാൾ ചോദിച്ചു. എന്താണ് തോന്നുന്നത്? എഴുത്തുകാരിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാൻ. കാണുമ്പോൾ കൊടുത്തോളൂ, അവൾക്കത് ഇഷ്ടമാകും. മെർലിൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അശോക് മെല്ലെ ആ കോള് കട്ട് ചെയ്തു. പിന്നെ സുഖകരമായ ഒരു ഉറക്കത്തിലേക്ക് ഒഴുകിപ്പോയി. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് ലിസി OP നമ്പർ 24 വിളിച്ചപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നു. സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. ഇരിക്കൂ, ഡോക്ടർ അശോക് പറഞ്ഞു. അവൾ അയാളുടെ അടുത്ത് പേഷ്യന്റിനുള്ള കസേരയിലിരുന്നു. സിൽവിയ അല്ലേ? അയാൾ ചോദിച്ചു. യെസ്. എന്താണ് സിൽവിയയുടെ പ്രോബ്ലം? ഡോക്ടർ അശോകിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ ഒരു നിമിഷം ഇരുന്നു. ഡോക്ടർ, എനിക്ക് കുറെ നാളായി നെഞ്ചുഭാഗത്ത് ഒരു വേദന, സിൽവിയ പറഞ്ഞു. എത്ര നാളായി തുടങ്ങിയിട്ട്? ഡോക്ടർ അശോക് ചോദിച്ചു. നേർമയായി ലിപ്സ്റ്റിക് ഇട്ട് കിഴിച്ചുണ്ട് ചെറുതായൊന്ന് കടിച്ചു പിടിച്ച് അവൾ ഓർത്തു. എന്നിട്ട് പറഞ്ഞു, 1-2 മാസമായിട്ടുണ്ടാവും. എന്നിട്ടിതുവരെ എന്താ കാണാതിരുന്നത്? ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല ഡോക്ടർ. ആദ്യമൊക്കെ സഹിക്കാവുന്ന പേനേ ഉണ്ടായിരുന്നുള്ളൂ, വല്ലപ്പോഴും. ഇപ്പോ അങ്ങനെയല്ല. അശോക് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നനവുള്ള കണ്ണുകൾ, ഷേപ്പ് ചെയ്ത പുരികങ്ങൾ. നെഞ്ചിന്റെ ഏതു ഭാഗത്താ? ലെഫ്റ്റ് സൈഡിൽ. എങ്ങനെയുള്ള വേദനയാണ്? വിങ്ങുന്ന പോലെയോ അതോ കുത്തിപ്പറിക്കുന്ന പോലെയോ? അവൾ ഒന്നാലോചിച്ചു. ചിലപ്പോൾ കുത്തിപ്പറിക്കുന്ന പോലെ, ചിലപ്പോ വിങ്ങൽ പോലെ. അശോക് സ്റ്റെതസ്കോപ്പ് എടുത്ത് അവളുടെ നെഞ്ചിലമർത്തി ഹൃദയമിടിപ്പ് പരിശോധിച്ചു. അവൾ കണ്ണടച്ച് നിർവൃതി അനുഭവിക്കുന്ന മട്ടിലിരുന്നു. സിൽവിയയുടെ ഹാർട്ട് ഹെൽത്തിയാണ്, ആ പേടി വേണ്ട. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ECG എടുത്തു നോക്കാം, അയാൾ പറഞ്ഞു. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. പിന്നെ എന്റെ ഇടത്തെ ബ്രസ്റ്റിനാണ്. ഓ, അതെന്താ നേരത്തെ പറയാഞ്ഞത്? അയാൾ ചോദിച്ചു. ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, നെഞ്ചിന്റെ ഭാഗത്ത് വേദനയാണെന്ന്. കുറ്റപ്പെടുത്തുന്ന മട്ടിൽ സിൽവിയ അശോകിനെ ഒന്ന് നോക്കി. ചിരി വന്നെങ്കിലും അയാൾ അത് അമർത്തി. ഓക്കെ, ഇടത് ബ്രസ്റ്റിനാണ് വേദന. ശരി, ആ ഭാഗത്ത് ഏതെങ്കിലും നിറവ്യത്യാസമുണ്ടോ? ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ അമർത്തി നോക്കുമ്പോൾ മുഴയോ? അതൊന്നും ഞാനിതുവരെ നോക്കിയിട്ടില്ല. എങ്ങനെയാ നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. അവൾ നിഷ്കളങ്കത അഭിനയിച്ചു. എങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാം. എന്താ? അശോക് ചോദിച്ചു. ഓക്കെ ഡോക്ടർ, അതാ നല്ലത്. ഞാൻ നോക്കിയാൽ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സിൽവിയ വേഗം എഴുന്നേറ്റ് സ്ക്രീൻ കൊണ്ട് മറിച്ച് ടേബിളിനടുത്തേക്ക് പോകാൻ തുനിഞ്ഞു. ഇരിക്കൂ സിൽവിയ, ഇവിടെ വെച്ചല്ല പരിശോധന. ഡോക്ടർ ശൈലജ കുമാരിയാണ് ഇക്കാര്യത്തിൽ എന്നേക്കാൾ എക്സ്പേർട്ട്. ഡോക്ടർ ശൈലജയെ പോയി കണ്ടാൽ മതി, ഞാൻ റെഫർ ചെയ്യാം. സിൽവിയയുടെ മുഖത്ത് പെട്ടെന്ന് നിരാശയുടെ നിഴൽ പരന്നു. ഡോക്ടർ ശൈലജ ഗൈനക്കോളജിസ്റ്റ് അല്ലേ? ഞാൻ പ്രഗ്നന്റ് അല്ല, മാരേജ് പോലും കഴിഞ്ഞതല്ല. എനിക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ഒരു കാര്യവുമില്ല, അവൾ പ്രതിഷേധിച്ചു. അശോക് ചിരിച്ചുപോയി. യു ഹാവ് മിസ്അണ്ടർസ്റ്റുഡ്. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് വേണ്ടി മാത്രമുള്ള ഡോക്ടർ എന്നല്ല, സ്ത്രീരോഗ വിദഗ്ധ എന്നാണ്. ഡോക്ടർ ശൈലജയെ കാണൂ, അവർ വേണ്ടുന്ന പരിശോധനകൾ നടത്തും. ഡോക്ടർ ശൈലജയ്ക്ക് റെഫർ ചെയ്ത ചിറ്റ് അയാൾ അവൾക്ക് നീട്ടി. അരിശത്തോടെ അത് വാങ്ങി അവൾ റൂമിൽ നിന്നിറങ്ങിപ്പോയി. ഉടൻ തന്നെ അശോക് മൊബൈൽ എടുത്ത് ഡോക്ടർ ശൈലജയെ വിളിച്ചു. എന്താ അശോക്? സിൽവിയ എന്നൊരു പേഷ്യന്റിനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്.
അവളുടോ ഹാർട്ടിനോ ചെസ്റ്റിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ എന്നോടൊന്ന് പറയണേ. തീർച്ചയായും. വാതിൽ തുറന്ന് ലിസി അകത്തേക്ക് കയറി വന്നു. അടുത്ത പേഷ്യന്റിനെ വിളിക്കട്ടെ ഡോക്ടർ? വിളിച്ചോളൂ. അടുത്ത പേഷ്യന്റ് മധ്യവയസ്കയായിരുന്നു. ഉച്ചയ്ക്ക് 1:30 മുമ്പ് എല്ലാ ഡോക്ടർമാരുടെയും OP അവസാനിച്ചിരുന്നു. പക്ഷേ ഡോക്ടർ അശോകിന്റെ കൺസൾട്ടിംഗ് റൂമിന്റെ മുന്നിൽ അപ്പോഴും ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 1:30 കഴിഞ്ഞപ്പോൾ ഡോക്ടർ ശൈലജ കുമാരിയുടെ ഫോൺ കോൾ അശോകിനെ തേടിയെത്തി. അശോക്, ഒരു പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? യെസ്, വൺ സിൽവിയ. ബട്ട് ഷീ ഡസൻ ടേൺ അപ്പ്. വന്നില്ലേ? ഇല്ല. ഓക്കെ ഡോക്ടർ, ഇവിടെ നിന്നിറങ്ങിയപ്പോഴേക്ക് അസുഖം മാറിക്കാണും. ഡോക്ടർ ശൈലജ ചിരിച്ചു. 2 മണിക്ക് അശോകിന്റെ OP കഴിഞ്ഞു. ഭക്ഷണത്തിന് ക്യാൻറ്റീനിൽ പോകും മുമ്പ് അയാൾ അഡ്മിഷൻ കൗണ്ടറിലേക്ക് ചെന്നു. കൗണ്ടറിൽ സോഫിയ എന്നൊരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. സോഫിയ, ഇന്ന് എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. സിൽവിയ. OP നമ്പർ 24 ആയിരുന്നെന്ന് തോന്നുന്നു. ഐ വാണ്ട് ടു നോ ഹെർ ഡീറ്റെയിൽസ്. 1 മിനിറ്റ് ഡോക്ടർ. അന്നത്തെ OP രജിസ്ട്രേഷൻ ഫോമുകൾ സോഫിയ നമ്പർ അനുസരിച്ച് ഫയൽ ചെയ്തിരുന്നില്ല. മേശപ്പുറത്ത് തന്നെ അവൾ അപ്പോൾ തന്നെ ഫോം തപ്പിയെടുത്ത് അശോകിന് കൊടുത്തു. സിൽവിയയുടെ പേരും വീട്ടഡ്രസ്സും ഫോൺ നമ്പറുമാണ് ഉണ്ടായിരുന്നത്. അയാൾക്ക് ഒരു കൗതുകം തോന്നി. മൊബൈൽ എടുത്ത് ആ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കി. സിൽവിയയാണ് എടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ ശൈലജയെ കാണാതെ മുങ്ങിയതെന്ന് ചോദിക്കാമല്ലോ. ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കോൾ എടുക്കപ്പെട്ടു. ഗുഡ് ആഫ്റ്റർനൂൺ, മൗണ്ടൻ ഗാർഡൻ ടീ എസ്റ്റേറ്റ്. ഒരു പുരുഷസ്വരം. അശോക് ഒന്ന് പകച്ചു. ചാൾസ് ലിറോയുടെ എസ്റ്റേറ്റ് അല്ലേ? എസ്റ്റേറ്റിന്റെ ഓഫീസാണോ അത്? അയാൾ ചോദിച്ചു. നോ സർ, ദിസ് ഈസ് ഫാക്ടറി. വെൽ, വിൽ യു പ്ലീസ് കണക്ട് മീ ടു മിസ് സിൽവിയ? സോറി സർ, സിൽവിയ മാഡം ഇന്ന് ലീവാണ്. ഞാൻ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. സിൽവിയ ഇന്നിവിടെ വന്നിരുന്നു. പക്ഷേ ഡോക്ടറെ കാണാതെയാണ് പോയത്. സിൽവിയ അവിടുത്തെ സ്റ്റാഫാണോ? ചാൾസ് ലിറോയുടെ PS ആണ് സിൽവിയ മാഡം. ഓ. അശോക് ആശ്ചര്യപ്പെട്ടു. എന്തിനായിരുന്നു അവൾ അത്തരമൊരു കംപ്ലൈന്റുമായി തന്നെ കാണാൻ വന്നത്? അശോകിന് മനസ്സിലായില്ല. ഇതാരാണ് സംസാരിക്കുന്നത്? സ്റ്റീഫൻ. സ്റ്റാഫാണ് സാർ. താങ്ക് യു സ്റ്റീഫൻ. അശോക് കോള് കട്ട് ചെയ്തു. ശരിക്കും നെഞ്ചുവേദനയുടെ ഉണ്ടായിട്ടാണോ അവൾ കാണാൻ വന്നത്? അതോ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? കണ്ടുപിടിക്കണം. അയാൾ മെല്ലെ ക്യാൻറ്റീനിലേക്ക് നടന്നു. പാലിൽ വേവിച്ചെടുത്ത ഓട്സ് പഞ്ചസാര ചേർത്ത് ബൗളിലേക്ക് പകർന്ന് സ്പൂണും എടുത്ത് മെർലിൻ ലിവിംഗ് റൂമിലേക്ക് ടിവിയുടെ മുന്നിലിരുന്ന് കാർ റേസ് കാണുകയായിരുന്നു ലോറൻസ്. പപ്പാ, ഇതാ കഴിക്കൂ. ഓട്സ് അവൾ അദ്ദേഹത്തിന് കൊടുത്തു. നീ ഇരിക്ക്, അദ്ദേഹം പറഞ്ഞു. പപ്പയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ സെറ്റിലിരുന്നു. നിന്റെ മമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ വീട്ടിൽ കാണുമായിരുന്നില്ല, ലോറൻസ് പറഞ്ഞു. അവൾ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. പപ്പ എന്താണ് പറഞ്ഞു വരുന്നത്? പെൺമക്കളെ കെട്ടിച്ചുവിടാൻ പപ്പമ്മയേക്കാൾ ധൃതി മമ്മമാർക്കായിരിക്കും. കാതറിൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ 1-2 വർഷം മുമ്പേ നിന്റെ മാരേജ് നടത്തിയേനെ. നീ ഇപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നേനെ. മെർലിൻ ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം നീ മാരേജിന് സമ്മതിക്കാത്തതിന്റെ കാരണം. ഞാൻ തനിച്ചായി പോകുമെന്ന് നീ ഭയക്കുന്നു. പപ്പ പറഞ്ഞതിലും കുറച്ച് സത്യമുണ്ട്. എന്നെയും എൻ്റെ പപ്പയും ഒന്നിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഹസ്ബൻഡിനെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ലോറൻസ് മെല്ലെ ഓട്സ് സ്പൂൺ നിറയെ കോരിക്കഴിച്ചു. ആർ യു ഷുവർ യു വിൽ ഫൈൻഡ് സച്ച് എ മാൻ? ഓഫ് കോഴ്സ് പപ്പ, ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞു. തന്നെ സ്നേഹിക്കുന്നത് പോലെ അശോക് പപ്പയെയും സ്നേഹിക്കും. മാരേജ് കഴിഞ്ഞാൽ ക്രിസ്റ്റീസ് കോട്ടേജ് വിട്ട് അശോക് ഇവിടെ പെരിവിംഗ്ലയിൽ വന്ന് താമസിക്കും. ബട്ട് ഐ ക്യാൻ വെയിറ്റ് ലോങ്. മൈ ടൈം ഈസ് റണ്ണിങ് ഔട്ട്, ലോറൻസ് പറഞ്ഞു. പപ്പ, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. 1 മാസം അല്ലെങ്കിൽ 2. ഓക്കെ, അതിനപ്പുറം പറ്റില്ല. ആ ചാൾസ് ഇന്നും വിളിച്ചിരുന്നു. ഹീ സ്റ്റിൽ ഇൻട്രസ്റ്റഡ്. നോ പപ്പ, അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല, മെർലിൻ പെട്ടെന്ന് പറഞ്ഞു. ഈസ് ദേർ സംബഡി ഇൻ യുവർ മൈൻഡ്? ലോറൻസ് ചോദിച്ചു. അവളൊന്ന് മടിച്ചു. പക്ഷേ എന്തിന് പറയാതിരിക്കണം? എന്തായാലും പപ്പ അറിയേണ്ടതല്ലേ? ഉണ്ട് പപ്പ. ഹൂ? ലോറൻസ് മുഖമുയർത്തി അത്ഭുതത്തോടെ അവളെ നോക്കി. ഡോക്ടർ അശോക്. ലോറൻസിന് വിശ്വസിക്കാനായില്ല. ഡിഡ് ഹി എവർ പ്രപ്പോസ് യു? അദ്ദേഹം ചോദിച്ചു. നോ പപ്പ. ഡിഡ് യു എവർ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്? നോ. ദെൻ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഞാൻ സംസാരിക്കാം, അവൾ സമ്മതിച്ചു. അതെ, ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ട. അശോകിന് സന്തോഷമായിരിക്കും. മമ്മിയോട് മാത്രം അഭിപ്രായം ചോദിച്ചാൽ മതിയല്ലോ. മകന്റെ ഇഷ്ടത്തിന് മമ്മി എതിര് നിൽക്കുകയില്ല.
ഓട്സ് കഴിച്ചു കഴിഞ്ഞ് ഒഴിഞ്ഞ ബോള് ലോറൻസ് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. അശോകിനോട് ഞാൻ സംസാരിക്കണോ? വേണ്ട പപ്പ, ഐ വിൽ. മെർലിൻ കിച്ചണിലേക്ക് മടങ്ങി. അല്പനേരം കണ്ടിരുന്നിട്ട് ലോറൻസ് ഉറങ്ങാൻ പോയി. എല്ലാ ജോലികളും തീർത്ത് മെർലിൻ റൂമിലേക്ക് ചെന്നു. അശോക് ഇപ്പോൾ കിടന്നു കാണുമോ? അവൾ മുൻവാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. പുറത്ത് മഞ്ഞും നേർത്ത നിലാവും ഉണ്ടായിരുന്നു. മഴയഴികളുള്ള ഗേറ്റും അതിനപ്പുറത്തുള്ള ടാർ റോഡും അവൾക്ക് കാണാൻ കഴിഞ്ഞു. റോഡിനപ്പുറം കുത്തനെയുള്ള താഴ്വാരമാണ്. കറുത്ത നിഴൽ പോലെ അകലെ രാജമല ഉയർന്നു നിൽക്കുന്നു. മലയുടെ മീതെ ആകാശത്ത് വിളറിയ ചന്ദ്രൻ. കയ്യിലെടുത്ത മൊബൈലിൽ അവൾ അശോകിന്റെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അയാൾ കോൾ എടുത്തു. മെർലിൻ. വിദൂരതയിൽ നിന്ന് മഞ്ഞിലൂടെ ഒഴുകി വരുന്നത് പോലെയായിരുന്നു ആ സ്വരം. ഒരു കുളിര്. അശോക്, പേടിച്ചാ വിളിച്ചത്. ഉറങ്ങിക്കാണുമോ എന്ന്? ഇല്ല, 1 മണിക്കൂറെങ്കിലും കഴിയണം. വായിക്കാൻ പുതിയതെന്തെങ്കിലും കിട്ടിയോ? കിട്ടി, ഒരു പഴയ നോവൽ, ഗോൺ വിത്ത് ദ വിൻഡ്. ആ ഫിലിം ഞാൻ കുറേ വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നേ ആഗ്രഹിച്ചത് ആ നോവൽ വായിക്കണമെന്നും. ഇന്ന് കിട്ടി. വായിച്ചിട്ട് എനിക്കും തരുമോ? എന്താ ഇത്ര സംശയം? ഞാനിപ്പോ സിറ്റൗട്ടിൽ നിന്ന് തണുത്തിറക്കി വാ, അവൾ പറഞ്ഞു. എന്തിനാണെവിടെ? നിലാവ് കാണുവാ. എനിക്കൊത്തിരി ഇഷ്ടമാ നിലാവ്. അയാൾ ചിരിച്ചു. എനിക്കും നിലാവ് ഇഷ്ടമാണ്, താഴ്വരയിൽ മഞ്ഞു പെയ്യുന്നതും. നാളെ സൺഡേ അല്ലേ? എന്താ അശോകിന്റെ പ്രോഗ്രാം? ഒന്നുമില്ല. എമർജൻസി കോൾ വല്ലതും വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചും സ്വപ്നം കണ്ടും സമയം കളയും. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ? മെർലിൻ ചോദിച്ചു. പറയൂ. നമുക്ക് നാളെ ഒരു ഡ്രൈവിന് പോയാലോ? വെറുതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ഹെയർപിൻ വളവുകൾ കയറി ഇറങ്ങി. അശോക് വണ്ടി ഓടിക്കണം, ഞാൻ അടുത്തിരിക്കേയുള്ളൂ. ഗ്രേറ്റ് ഐഡിയ. എ ഡ്രൈവ് വിത്ത് മിസ് മെർലിൻ തോമസ്. എഗ്രീഡ്. ഞാൻ എപ്പോ വരണം അവിടെ? ആഹ്ലാദത്തോടെ അശോക് ചോദിച്ചു. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ക്രിസ്റ്റീസ് കോട്ടേജ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. ഓക്കെ, വന്നോളൂ. എൻ്റെ കാറിൽ നമുക്ക് ചുറ്റിയടിക്കാൻ പോകാം. നല്ല ലഞ്ച് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് എനിക്കറിയാം. ദെൻ എക്സ്പെക്ട് മീ ബൈ 11. റൈറ്റ്. അവൾ കട്ട് ചെയ്തു. കാറിൽ വെച്ച് വിവാഹത്തെക്കുറിച്ച് അശോകിനോട് സംസാരിക്കാം. പിറ്റേന്ന് രാവിലെ നേരത്തെ അവൾ ജോലികളെല്ലാം തീർത്തു. പിന്നെ ഭംഗിയായി വേഷം ധരിച്ച് ലോറൻസിന്റെ അടുത്തേക്ക് ചെന്നു. പപ്പ, ഞാൻ ഇന്ന് അശോകിനെ കാണാൻ പോകുന്നു. ചോദ്യഭാവത്തിൽ അദ്ദേഹം അവളെ നോക്കി. ഐ വാണ്ട് ടു ഹാവ് എ ടോക്ക് വിത്ത് ഹിം അബൌട്ട് വാട്ട് യു സെഡ് ലാസ്റ്റ് നൈറ്റ്. ഗുഡ്, പോയിട്ട് വാ. മെർലിൻ കാർ എടുത്ത് പുറപ്പെട്ടു. ക്രിസ്റ്റീസ് കോട്ടേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അശോക് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നത്തെക്കാളും സുന്ദരനാണ് അയാളെന്ന് അവൾക്ക് തോന്നി. എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. 2 കൈകളും വിടർത്തി അയാൾ പറഞ്ഞു. കൊട്ടാരം എനിക്കിഷ്ടപ്പെട്ടു. അയാളോടൊപ്പം കോട്ടേജിലേക്ക് കയറിക്കൊണ്ട് അവൾ പറഞ്ഞു. ചെറിയ ലിവിംഗ് റൂം, പക്ഷേ നല്ല വൃത്തിയും വെടുപ്പും. അത്യാവശ്യത്തിന് മാത്രം ഫർണിച്ചർ. ഭിത്തി അലമാര നിറയെ പുസ്തകങ്ങൾ. അപ്പോഴാണ് ചെറിയ ടിവിയുടെ മുകളിൽ സ്റ്റീൽ ഫ്രെയിം ഇട്ട ഒരു ഫോട്ടോ അവൾ കണ്ടത്. 45 വയസ്സ് വരുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു അത്. സംശയത്തോടെ മെർലിൻ അത് കയ്യിലെടുത്തു. ഹൂ ഇസ് ദിസ്? അതാണ് എൻ്റെ മമ്മ, കാതറിൻ. ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി മെർലിൻ മരവിച്ചു നിന്നു.